Hello everyone, once again welcome to my Oet channel. So ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഇൻട്രോസ്പെക്ഷൻ ചെയ്യാം. ആഫ്റ്റർ എ ലോങ് ടൈം ആണ് വേറൊരു ഇൻട്രോസ്പെക്ഷൻ ചെയ്യുന്നത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് 23 ജൂലൈ 2022 എക്സാമിന് വന്ന OET ലെറ്റർ, OET എക്സാമിന് വന്ന ലെറ്ററിൻ്റെ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ ബാക്കിയുള്ള എക്സാം ക്വസ്റ്റ്യനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഒത്തിരി ട്വിസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. പിന്നെ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകുമായിരിക്കാം. അതൊരു ചെറിയൊരു പോയിന്റ് മാത്രമേ അവിടെയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിവേ നമുക്ക് നോക്കാം എന്തായിരുന്നു ക്വസ്റ്റ്യൻ, അതെങ്ങനെയായിരുന്നു എഴുതേണ്ടതെന്ന്. സോ ഫസ്റ്റ് ഞാനൊരു ചെറിയ ടിപ്സ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഇൻട്രോസ്പെക്ഷനകത്ത് തന്നെ. അതായത് whenever you will start reading the case note, start with the introduction, just introduction. No need to read from the starting, but just go through that first paragraph. Then you will get an idea, clear idea about yourself. So what is your role? So ആദ്യത്തെ ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റോള് മനസ്സിലാകും. കാരണം ഈ 2022 മോസ്റ്റ്ലി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും തന്നെ കൊടുത്തിരിക്കുന്നത് നമ്മളൊരു കമ്മ്യൂണിറ്റി നേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് നേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും. സോ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അവിടെ കമ്മ്യൂണിറ്റി നേഴ്സ് ആയാൽ എന്താ, ഹോസ്പിറ്റൽ നേഴ്സ് ആയാൽ എന്താണെന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരും. കാരണം നമ്മളൊരു കമ്മ്യൂണിറ്റി നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോം വിസിറ്റിന് പോകുന്ന, അതായത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന ഹോം വിസിറ്റ് അത് നമ്മളാണ് ചെയ്യുന്നത്, നമ്മളാണ് അവിടെ പോയിരിക്കുന്നത്. അപ്പം നമ്മൾ കണ്ട കാര്യങ്ങളാണ് ആ പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫിൽ ആദ്യം എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണം ശരിക്കുമുള്ള ഒബ്സർവേഷനിലോ അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ഡേറ്റയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കണമെന്ന് പറഞ്ഞത്. സോ ഇൻ ദിസ് ലെറ്റർ, assume today's date is 8 January 2022. You are a community health nurse. So ഈ ലെറ്ററും അതുപോലെ തന്നെയാണ്. And one of the doctors requested home visit for your patient Mr Paul Shioton. So ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ഇൻട്രഡക്ഷൻ. ഇത്രയും വായിച്ചാൽ മതി. ഇനി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം അണ്ടർലൈൻ ചെയ്ത് പോവുക. എപ്പോഴും ശ്രദ്ധിക്കുക. ചിലവർ വിചാരിക്കാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്കൊന്നും എഴുതാൻ പറ്റില്ല. ബട്ട് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തതുകൊണ്ട് പ്രോബ്ലംസ് ഒന്നും ഇല്ല. ജസ്റ്റ് യു ക്യാൻ അണ്ടർലൈൻ ദ ഇമ്പോർട്ടൻറ്റ്, ദറ്റ് മീൻസ് ദ റിലവൻറ്റ് ആൻഡ് സെമി റിലവൻറ്റ് ഡേറ്റ, നോ പ്രോബ്ലം. ബട്ട് ഡോണ്ട് റൈറ്റ് എനിത്തിങ് ഇൻ ദ question paper. Okay, then we will move to the writing task. So here we will have an idea regarding the reader. Using the information given in the case notes, write a referral letter to Dr. Sophie Mather, manager, vascular center, Willing Valley, 2nd Street, Melbourne, Australia 680022 for further treatment and investigation. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്രസ്സ് അവർ കൊടുത്തിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് ടു റൈറ്റ് ദ ലെറ്റർ ടു എ വാസ്കുലർ surgeon. Actually here they didn't mention that vascular surgeon. This is the manager in the vascular center. And requirement, it is clear there, and we are writing the letter for further treatment and investigations for the patient. Okay, so this is the writing task. You can just underline what is relevant here. Requirement is relevant data, and the reader's address, name and address is relevant. All are relevant data. Then now we can move to the case note from the starting. So patient details has given name. Patient name is Mr Paul Shioton. Date of birth is 3 October 1946. Along with that, they have given age 76 years. And another one more tip. Both age and date of birth, if it is there in the case note, always select the age, so it is easy for the reader to know the age instead of this date of birth. Okay, so നമുക്ക് ഇവിടെ അണ്ടർലൈൻ ചെയ്യാം പേഷ്യൻറ്റിൻ്റെ നെയിം ആൻഡ് ഏജ്. ദെൻ social history, they have given non-smoker, so that is irrelevant data for us. Consumes alcohol 10 glasses weekly, that one is important. And regarding the wife, no need actually. And regarding mother also, actually for us, no need. Medical history, these all medical histories are important. Medical history they have given. Patient has had high cholesterol, type 2 diabetes, hypertension, back pain and stomach irritation. So here എവിടെയൊക്കെയാണോ ഇയേഴ്സ് കൊടുത്തിരിക്കുന്നത് അതെല്ലാം ഹാസ് ഹാഡ് ചേർത്ത് എഴുതുക. ഓക്കെ, എവിടെയൊക്കെയാണോ ഇയർ അത് കൊടുത്തിട്ടില്ലാത്തത് അവിടെയെല്ലാം സിമ്പിളായിട്ട് ഹാസ് ചേർത്ത് എഴുതുക. അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് അൾസർ ഇൻ ലെഫ്റ്റ് ലെഗ് ഇൻ 2019 വിച്ച് ട്രീറ്റഡ് ബൈ കംപ്രഷൻ തെറാപ്പി അറ്റ് അൾസർ ക്ലിനിക് ആൻഡ് ഹെർണിയ റിപ്പയർ പെർഫോം. ഇതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. സോ അവിടെ നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു 3 റൂൾസ് ഉണ്ട്. ചിലർക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ
ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതായത് എപ്പോഴും സോഷ്യൽ പാരഗ്രാഫിൽ മെഡിക്കൽ ഹിസ്റ്ററീസ് എഴുതുമ്പോൾ നമ്മൾക്ക് 3 കാര്യങ്ങളാണ് യൂസ് ചെയ്ത് എഴുതാനുള്ളത്. ഹാസ് ഹാഡ് ആൻഡ് ഹാഡ്. ഈ 3ൻ്റെയും എങ്ങനെയാണ് യൂസേജ് എന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അതിലൊന്നും ഇല്ല, ഇയർ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാസ് ഹാഡ് എഴുതുക. ഇയർ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഹാസ് ചെയ്ത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഹാഡ് യൂസ് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ഹൈ കൊളസ്ട്രോളും ഹൈപ്പർ ടെൻഷനും 2014 മുതലുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കറണ്ട് മെഡിക്കേഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. ഈസി ആവാത്ത രീതിയിൽ ബ്രാക്കറ്റിൽ വിത്ത് അതായത് ഡിസീസ് കണ്ടീഷൻസ് അനുസരിച്ചാണ് അവർ കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ എഴുതുന്നവർക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല അവിടെ. അപ്പോൾ ഹൈ കൊളസ്ട്രോളും ഹൈപ്പർ ടെൻഷനും 2014 ആണ്, അതുകൊണ്ട് അത് ഒരുമിച്ച് എഴുതാം. ആൻറ്റോൺ ഇന്ന മെഡിക്കേഷൻ. അപ്പോൾ അവിടെ കൊളസ്ട്രോളിന് വേണ്ടി അറ്റോർവാസ്റ്റാറ്റിനും ഹൈപ്പർ ടെൻഷന് വേണ്ടി അംലോഡിപ്പിനും പോകുന്നുണ്ട്. സോ നമുക്കത് ഒരുമിച്ച് എഴുതാം. ടൈപ്പ് 2 ഡയബറ്റീസ് 2017 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടി പേഷ്യൻ്റ് മെറ്റ്ഫോമിനാണ്. ഇനി ബാക്ക് പെയിന് വേണ്ടി പേഷ്യൻറ്റിന് ഐബുപ്രൂഫൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റൊമക്ക് ഇറിറ്റേഷന് വേണ്ടി പേഷ്യൻ്റ് ഒമിപ്രസോളും എടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്നെ നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഈ കഴിഞ്ഞു പോയ കാര്യത്തിലാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് അൾസർ ഇൻ ലെഫ്റ്റ് ലെഗ് അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോഴും പേഷ്യൻറ്റിന് ആ ഒരു പ്രോബ്ലമാണ്, ബട്ട് അതർ ലെഗിലാണ് പ്രോബ്ലം. സോ അതുകൊണ്ട് അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അത് ട്രീറ്റഡ് ആണ്, ഓൾറെഡി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ കാര്യമായതുകൊണ്ട് നമുക്കത് ഹാഡ് ചേർത്ത് എഴുതാവുന്നതാണ്. ഇനി ഹെർണിയ റിപ്പയർ നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് സോഷ്യൽ പാരഗ്രാഫ്. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് എന്താണ്, ഇൻസിഡൻറ്റ് വൈ വി ആർ റൈറ്റിംഗ് ദ ലെറ്റർ. അപ്പം നമ്മുടെ ഈ സ്റ്റോറി തുടങ്ങുന്നത് 1 ജാനുവരി 2022. അപ്പോൾ 1 ജാനുവരി 1 പേഷ്യൻറ്റിനെ ന്യൂമോണിയ ഡയഗ്നോസ് ചെയ്തു. ഓക്കെ, ദേ ഹാവ് ഡയഗ്നോസ്ഡ് pneumonia for this patient following suggestive symptoms like fever and feel chesty. So they have started antibiotics for 10 days. 1 സ്റ്റാർട്ട് ചെയ്താണ്. ഇന്ന് നമ്മൾ ലെറ്റർ എഴുതുന്നത് 8 സോ ആൻറ്റിബയോട്ടിക് തെറാപ്പി കഴിഞ്ഞിട്ടില്ല. സോ നമുക്ക് അവിടെ ഹാസ് ബീൻ യൂസ് ചെയ്ത് വേണം എഴുതാൻ വേണ്ടി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാസ് കമൻസ്ഡ് ഓൺ എഴുതിയാൽ മതിയായിരുന്നു, കഴിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ. ബട്ട് സ്റ്റിൽ പേഷ്യൻ്റ് ഈസ് ഓൺ ആൻറ്റിബയോട്ടിക് തെറാപ്പി, സോ യു ഹാവ് ടു റൈറ്റ് ഹാസ് ബീൻ. That means he has been commenced on, അല്ലെങ്കിൽ he has been initiated with, or he has been prescribed on. അങ്ങനെ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്കത് എഴുതാം, കാരണം സ്റ്റിൽ അത് ഓൺ ഗോയിങ് ആണ്. ഇനി അങ്ങനെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് വിസിറ്റ് അറേഞ്ച് ഫോർ ടുഡേ. സോ ദേ ഹാവ് അറേഞ്ച്ഡ് എ വിസിറ്റ്. ഓക്കെ, ഇസ് പേഷ്യൻറ്റ് അത്രയും നാളും വിസിറ്റിലുണ്ടെന്നല്ല, ദേ ഹാവ് അറേഞ്ച്ഡ് എ ഹോം വിസിറ്റ് ഫോർ ടുഡേ ഫോർ ദ ഫോളോ അപ്പ്. സോ 8 January 2022 ഇന്നത്തെ ഹോം വിസിറ്റിൽ വി ആർ ഗോയിങ് ടു ദ പേഷ്യൻ്റ് ഹോം. സോ നമ്മളവിടെ വെച്ച് എന്താണ് കണ്ടുപിടിച്ചത്? പേഷ്യൻ്റ് ഈസ് റിക്കവറിങ് വെൽ ഫ്രം ന്യൂമോണിയ, ഫീൽ ഇംപ്രൂവ്ഡ് ബ്രീത്തിങ്, ബട്ട് റിപ്പോർട്ടഡ് ആൻ അൾസറേഷൻ ഓൺ ദ റൈറ്റ് കഫ്. ഓക്കെ, അതൊരു പുതിയൊരു കണ്ടീഷനാണ്. ഐ മീൻ ഒരു പുതിയൊരു കംപ്ലയിൻ്റ് ആണ് പേഷ്യൻ്റ് പറയുന്നത്. ന്യൂമോണിക്കൊന്നും അതൊന്നും കുഴപ്പമില്ല, ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഓക്കെ വരുന്നു. ബട്ട് പേഷ്യൻ്റ് ഹാസ് റിപ്പോർട്ടഡ് an ulceration on the right cuff. ഓക്കെ, ലെഫ്റ്റിലല്ല, റൈറ്റ് കഫിലാണ് ഉള്ളത്. ദെൻ അൺട്രീറ്റഡ് ട്രോമ 6 weeks ago following a fall at home failed to inform doctor. സോ പേഷ്യൻ്റ് ഓൾറെഡി ഒരു ഫോൾ ആയി വീട്ടിൽ, പക്ഷേ അത് ഡോക്ടറിനെ GP-നെ ആരെയും ഇൻഫോം ചെയ്തിട്ടില്ല. അങ്ങനെ അത് അൺട്രീറ്റഡ് ആയതുകൊണ്ട് ഒരു 6 weeks മുമ്പ് നടന്ന കാര്യമാണ്. അപ്പോൾ ഈ 6 weeks കൊണ്ട് പേഷ്യൻറ്റിന് ഉണ്ടായ ആ ഒരു ട്രോമയിൽ നിന്നും ഒരു അൾസറേഷൻ ആയിട്ടത് മാറി. ദെൻ now diameter of ulcer and pain is increasing. So on subjective data, patient has pain, and on observation we can see that the diameter is increased. And അവിടെ നമുക്ക് കുറേ ഒബ്സർവേഷൻ ഡേറ്റ കൊടുത്തിട്ടുണ്ട്. ഓൺ അസസ്മെൻറ്റ് he was found to have എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ കുറേ കാര്യങ്ങളുണ്ട്. സോ അതിലൊക്കെ ഉള്ളതാണ് എഡിമാറ്റസ് വിലോനി വിത്ത് wound to inner ankle, and scar tissue also formed in skin bed, but hemolytic exudate is less, but it is present. So skin culture has taken, but report is pending. No obvious signs of infection. So ഈ എല്ലാ ഒബ്സർവേഷനിലും വെച്ചിട്ടും നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ല. സോ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇറ്റ് ഇസ് സസ്പെക്റ്റഡ് ആണ്, കൺഫേംഡ് അല്ല. സോ വി ആർ സസ്പെക്റ്റിംഗ് ഫോർ ദ പേഷ്യൻറ്റ്. This ulceration may be venous or arterial. So it is suspected. That's why they have given in inquiry. So this one is arterial or venous ulceration with or without arterial insufficiency. അതും അവർക്ക് ഡൗട്ടാണ്, അതായത് നമുക്ക് ഡൗട്ടാണ് അത് ആർട്ടീരിയൽ ഇൻസഫിഷ്യൻസി കൊണ്ടുള്ള ഒരു അൾസറേഷൻ ആണോ ഇല്ലയോ. ബട്ട് അത് ഇൻഫെക്ഷൻ ഇല്ല, അവിടെ ഇൻഫെക്ഷൻ്റെ സൈൻസും സിംറ്റംസ് ഒന്നും ഇല്ല. ബട്ട് അൾസറിൻ്റെ സൈസ് ഇൻക്രീസ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു, സ്കാർ ടിഷ്യൂസ് ഫോം ആയിക്കൊണ്ടേ ഇരിക്കുന്നു. എക്സ്ഡേറ്റ്സ് ബട്ട് ലെസ് ആണ്.
അപ്പം നമ്മൾ ഇനിയും ഇത് ട്രീറ്റ് ചെയ്യാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റ് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ജസ്റ്റ് ടു പ്രിവെൻറ്റ് ദ കോംപ്ലിക്കേഷൻസ് ആൻഡ് ഫോർ ദ സ്പീഡി റിക്കവറി വി ആർ റൈറ്റിംഗ് എ ലെറ്റർ ടു ദ വാസ്കുലർ സർജൻ ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട്ലി വാട്ട് ഈസ് ദ റീസൺ ആൻഡ് ടു ട്രീറ്റ് അപ്രോപ്രിയേറ്റ്ലി. സോ ഇതാണ് ശരിക്കുമുള്ള ലെറ്ററിൻ്റെ പ്രസൻറ്റിംഗ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താണ് ചെയ്തതെന്നും കൂടെ എഴുതി കഴിഞ്ഞാൽ പാരഗ്രാഫ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ടു റൈറ്റ് വാട്ട് വി ഡിഡ് അറ്റ് ദ ടൈം ഓഫ് ഹോം വിസിറ്റ്. So as a management, we cleansed with the wound with a normal saline, dressed with a non-adhesive tape and absorbing bandage. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ. സോ ജസ്റ്റ് only because of this one, the patient will not get any benefit. So for further treatment, we have to send the patient to the hospital. Okay, so plan urgent referral to vascular surgeon for the management. So ഇവിടെ നമുക്ക് റൈഡറിൻ്റെ റെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്, വാസ്കുലാർ സർജന് വേണ്ടിയാണ് എഴുതുന്നത്. സോ നിങ്ങളത് അഡ്രസ്സ് എഴുതുമ്പം അവിടെ തന്നിരിക്കുന്ന കേസ് നോട്ടിലെ അഡ്രസ്സ് പോലെ തന്നെ സെയിം മാനേജറിന് എഴുതിയാലും കുഴപ്പമില്ല, വാസ്കുലാർ സർജന് എഴുതിയാലും കുഴപ്പമില്ല. സോ ഇതാണ് കേസ് നോട്ട്. സോ വൺസ് അഗൈൻ ഐ വിൽ റീഡ് യു ദ റൈറ്റിംഗ് ടാസ്ക്. യൂസിംഗ് ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ കേസ് നോട്ട്, write a referral letter to Dr. Sophie Mather, Manager, Vascular Center, William Valley, 2nd Street, Melbourne, Australia 680022 for further treatment and investigation. So, ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ ഇപ്പോൾ പ്രസൻറ്റിംഗ് പാരഗ്രാഫ് എഴുതുമ്പോഴാണ് എല്ലാവർക്കും ഒരു ഓർഗനൈസേഷൻ പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ പ്രസൻറ്റിംഗ് പാരഗ്രാഫ് മെഡിക്കൽ പ്രസൻറ്റ് ഹിസ്റ്ററി പാരഗ്രാഫ് തുടങ്ങുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറയുക പേഷ്യൻറ്റ് നമ്മുടെ അടുത്തുള്ളായിരുന്നു, പേഷ്യൻറ്റ് ന്യൂമോണിയ ആയിരുന്നു, അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തു 10 ഡേയ്സിലേക്ക് വേണ്ടി. ഇന്നത്തേക്ക് ഒരു ഹോം വിസിറ്റ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങളാണ് അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഹോം വിസിറ്റ് ചെയ്ത സമയത്ത് പേഷ്യൻറ്റ് ന്യൂമോണിയ റിക്കവറിങ് ആവുന്നുണ്ട്. ബട്ട് ആ സമയത്ത് പേഷ്യൻ്റ് ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, ഈ ഒരു അൾസറേഷൻ അല്ലെങ്കിൽ ആ അൾസറേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം എഴുതുക. എങ്ങനെയാണ് വന്നത്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, സബ്ജക്റ്റീവ് ഡേറ്റ്, ഒബ്ജക്റ്റീവ് ഡേറ്റ്, അതുപോലെ തന്നെ നമ്മളിനി എന്തൊക്കെ മാനേജ്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്തു. എന്നിരുന്നാലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു ഫെർദർ അസസ്മെൻറ്റ് ആൻഡ് ഇൻ്റർവെൻഷൻസ് താങ്കളുടെ സർവീസിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞിട്ട് വേണം ആ പാരഗ്രാഫ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സോഷ്യൽ പാരഗ്രാഫ്, റെക്കമെൻഡേഷൻ പാരഗ്രാഫ് ഈ ലെറ്ററിൽ ഒന്നില്ല, ഒരു സിംഗിൾ സെൻറ്റൻസ് നമുക്ക് തീർക്കാവുന്നുള്ളൂ. കാരണം ഡോക്ടേഴ്സ് ആയത് കാരണം മോസ്റ്റ്ലി അവിടെ റെക്കമെൻഡേഷൻ പാരഗ്രാഫ് ഒന്നും തന്നെ വരാൻ ചാൻസ് ഇല്ല. ഈ ലെറ്ററിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും തന്നെ ഇല്ല. ഫർദർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഒരു ഫോർമാറ്റിലാക്കി എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കേസ് നോട്ട്. ഇനി ഈ കേസ് നോട്ട് വെച്ചിട്ട് നമുക്ക് ലെറ്റർ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു ഡേറ്റിൽ 8 ജാനുവരി 2022. ദെൻ അഡ്രസ് നമ്മൾ എഴുതുന്നു, ഡോക്ടർ സോഫി മാത്തർ, മാനേജർ, വാസ്കുലർ സെൻറ്റർ, വില്യം വാലി 2nd സ്ട്രീറ്റ്, മെൽബോർൺ, ഓസ്ട്രേലിയ 680022. അത് കഴിഞ്ഞ് ഒരു ലൈൻ വിടുന്നു, നമ്മൾ എഴുതുന്നു ഡിയർ ഡോക്ടർ മാത്തർ. സോ ഡോക്ടറിൻ്റെ സർനെയിം മാത്രം നമ്മൾ എഴുതുന്നു. ദെൻ റിഗാർഡിങ് നമ്മൾ പേഷ്യൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, മിസ്റ്റർ പോൾ ഷിപ്റ്റൺ, ഏജ്ഡ് 76. ഇവിടെ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്, ഡിയർ ഡോക്ടർ മാത്തർ കഴിഞ്ഞിട്ട് കോമ ഇല്ല. അതുപോലെ റിഗാർഡിങ് കഴിഞ്ഞ് മിസ്റ്റർ പോൾ ഷിപ്റ്റൺ കോമ ഏജ്ഡ് 76. നിങ്ങൾക്ക് ഏജ് ചെയ്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണമെന്നുണ്ടെങ്കിൽ താഴെ ഡേറ്റ് ഓഫ് ബർത്ത് DOB ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാം. സോ ത്രൂ ഔട്ട് ദ ലെറ്ററിൽ ഒരേ ഫോർമാറ്റ് റൈറ്റിംഗ് ഡേറ്റ് ഫോർമാറ്റ് യൂസ് ചെയ്യാവുള്ളൂ. ഇവിടെയാണെങ്കിൽ 8 ജാനുവരിയുടെ J ക്യാപ്സ് ലോക്ക് ആൻഡ് ഫെബ് അങ്ങനെയൊന്നും നിങ്ങൾ എഴുതരുത്. കംപ്ലീറ്റ് ആയിട്ട് തന്നെ മന്ത് എഴുതുക. ദെൻ കംപ്ലീറ്റ് ഇയറും എഴുതുക 2022. ദെൻ വേറൊരു ഡൗട്ട് എല്ലാവർക്കും ഉള്ളതാണ്, ഇയേഴ്സ് എഴുതണോ വേണ്ടിയോ, അതായത് ഏജ് 76 മതിയോ അല്ലെങ്കിൽ ഏജ്ഡ് 76 ഇയേഴ്സ് എഴുതണോ എന്നുള്ളത്. സോ ഇവിടെ ഇയേഴ്സ് എന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഏജ്ഡ് 76 എഴുതിയാൽ മതി. ഇനി നമ്മൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്സ് എഴുതുന്നു. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് മിക്കവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്ന കാര്യമാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ പോൾ ഷിപ്റ്റൺ. ഇവിടെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിം തന്നെ എഴുതണം. പോൾ ഷിപ്റ്റൺ ഹൂ ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് വീനസ് ഓർ ആർട്ടീരിയൽ ലെഗ് അൾസർ വിത്ത് ഓർ വിത്തൗട്ട് ആർട്ടീരിയൽ ഇൻസഫിഷ്യൻസി. കാരണം രണ്ടും ക്വസ്റ്റ്യൻ മാർക്ക് കിടക്കുന്നത് കൊണ്ട് നമുക്കത് അങ്ങനെ തന്നെ എഴുതേണ്ടി വരും. സോ നമ്മളിത് സസ്പെക്റ്റഡ് ആണ്, കൺഫേംഡ് അല്ല. സോ സസ്പെക്റ്റഡ് ടു ഹാവ് വീനസ് ഓർ ആർട്ടീരിയൽ ലെഗ് അൾസർ വിത്ത് ഓർ വിത്തൗട്ട് ആർട്ടീരിയൽ ഇൻസഫിഷ്യൻസി. അത് അൾസർ ഉണ്ട്, ബട്ട് അത് ആർട്ടീരിയൽ ആണോ വീനസ് ആണോ എന്നും അറിയില്ല, ആർട്ടീരിയൽ ഇൻസഫിഷ്യൻസി ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഓക്കെ, ദെൻ നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണ്, ഹി റിക്വയർസ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇൻ്റർവെൻഷൻസ്. അതിന് നിങ്ങൾ എഴുതുമ്പോൾ ഒരു ചെറിയൊരു കാര്യം ഓർക്കണം, അസസ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് മാനേജ്മെൻറ്റ് വരുന്നത്. സോ ക്വസ്റ്റ്യൻ പേപ്പർ അത് കേസ് നോട്ടിൽ പോലും അത് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ പോലും പക്ഷേ നിങ്ങൾ എഴുതുമ്പം അത് കറക്റ്റായിട്ട് എഴുതുക. ഇൻ്റർവെൻഷൻ എഴുതുന്നതിന് മുമ്പ് തന്നെ ഇൻവെസ്റ്റിഗേഷൻസ് എഴുതണം, കാരണം ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്.
നമുക്കിവിടെ ഇൻവെസ്റ്റിഗേഷൻസിന് ആൻഡ് ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇത് ഏത് 3 സിനോണിംസിൽ ഏത് വേണമെങ്കിലും നമുക്ക് അവിടെ യൂസ് ചെയ്യാം. സോ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ്. ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ പോൾ ഷിഫ്റ്റൺ ഹൂ ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് വീനസ് ഓർ ആർട്ടീരിയൽ ലെഗ് അൾസർ വിത്ത് ഓർ വിതൗട്ട് ആർട്ടീരിയൽ ഇൻസഫിഷ്യൻസി. He requires further investigations and interventions. Okay, so ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫിലേക്ക് പോകാം. പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫ് ചില സ്റ്റുഡൻസ് എപ്പോഴും 2, 3, 4 പാരഗ്രാഫിൽ എഴുതാറുണ്ട്. സോ ഒരിക്കലും നിങ്ങളത് 2 കൂടുതൽ പാരഗ്രാഫിൽ പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫ് എഴുതരുത്. 2 പാരഗ്രാഫേ ഉള്ളൂ പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇത് 2ആയിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് നമ്മുടെ ന്യൂമോണിയയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹോം വിസിറ്റ് ചെയ്തപ്പം കണ്ട കാര്യങ്ങൾ വരെ നമുക്കൊന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്ത മാനേജ്മെൻറ്റും ഒരു കൺക്ലൂഷനും വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത പാരഗ്രാഫ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതെങ്ങനെ എഴുതിയാലും ഓക്കെ, കുഴപ്പമില്ല. സോ മിസ്റ്റർ ഷിഫ്റ്റൺ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ന്യൂമോണിയ. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പേഷ്യൻ്റെ ന്യൂമോണിയയിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സായ നമ്മൾ എങ്ങനെയാണ് ഹോം വിസിറ്റിന് പോയത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഹോം വിസിറ്റിന് പോയെന്നുള്ളൊരു ചെറിയൊരു സ്റ്റോറി നമുക്കിവിടെ കൊടുക്കാതെ പറ്റത്തില്ല. അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. മിസ്റ്റർ ഷിഫ്റ്റൺ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ന്യൂമോണിയ ഓൺ 1 January 2022 and has been commenced on antibiotic therapy for 10 days. As well as he was arranged for a home visit for today from our nursing service. അതൊരു സിംഗിൾ സെൻറ്റൻസിൽ നമ്മളൊരു വലിയൊരു അതായത് ഒരു ലെങ്തി സെൻറ്റൻസാണ് നമ്മളിവിടെ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലെങ്തി സെൻറ്റൻസ് ആണെങ്കിൽ പോലും ആ ഒരു കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് നമുക്കതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതുപോലെ കുറച്ച് ലെങ്തി സെൻറ്റൻസ് ആയിട്ട് തന്നെ നിങ്ങൾ എഴുതാൻ പഠിക്കുക. സോ അത് കാരണം നമുക്ക് എന്താ പറയുക, കൺസൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ ലെറ്റർ. കാരണം ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ കാര്യം പറയാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഓൾഡ് സ്റ്റോറീസൊക്കെ ഇങ്ങനത്തെ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെങ്ത് സെൻറ്റൻസ് ആയാലും കുഴപ്പമില്ല, ഒരു സെൻറ്റൻസിൽ തന്നെ തീർക്കാൻ നോക്കാം. ഓക്കെ, സോ മിസ്റ്റർ ഷിഫ്റ്റൺ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ന്യൂമോണിയ on 1 January 2022 and has been commenced on antibiotic therapy for 10 days as well as he was arranged for a home visit for today from our nursing service. Okay, അപ്പോൾ നമ്മളവിടെ വാസ് ഡയഗ്നോസ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം അവിടെ നമുക്ക് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് എന്ന് എഴുതാം. ബട്ട് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്കിനും ഒരു ഹാസ് ബീൻ എഴുതാതെ പറ്റത്തില്ല. കാരണം അത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ മിസ്റ്റർ ഷിഫോൺ വാസ് ഡയഗ്നോസ്ഡ് വിത്ത്. അത് കഴിഞ്ഞ പോയ കാര്യം ഏതാണ്, നമുക്ക് വാസ് ഡയഗ്നോസ്ഡ് എഴുതിയാൽ മതി. ഇത് ന്യൂമോണിയ ഓൺ ഡേറ്റ് എഴുതുന്നു, ദെൻ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം എഴുതുന്നു. അവിടെ നമ്മൾ ഈ ഹോം വിസിറ്റ് അറേഞ്ച് ചെയ്തു അണ്ടർ അവർ നഴ്സിംഗ് സർവീസ് എന്ന് എഴുതിയിരിക്കണം. എന്നാലേ നമ്മളാണ് നഴ്സിംഗ് സർവീസ്, നമ്മളാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് എന്നുള്ളത് അവിടെ ക്ലിയർ ആവത്തുള്ളൂ. ദെൻ ഇനി ഇന്നത്തെ ഹോം വിസിറ്റിൽ നടന്ന കാര്യം നമുക്ക് എഴുതാൻ. ടുഡേ, even though he made good recovery from his medical condition, he complained about an ulceration on his right calf following an untreated trauma which happened 6 weeks ago. ഇതും ഒരു ലെങ്തി സെൻറ്റൻസ് ആണ്. അന്നത്തെ ഹോം വിസിറ്റിൽ കണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ജസ്റ്റ് ഇതായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പം ഈവൻ്റ് അവിടെ എന്തിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഗുഡ് റിക്കവറി ഉണ്ടായി. എന്നിരുന്നാലും പേഷ്യന് വേറൊരു കംപ്ലയിൻറ്റ്, അതായത് ഒരു പോസിറ്റീവ് കാര്യം പറഞ്ഞിട്ട് നമ്മളൊരു നെഗറ്റീവ് കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഇവൻതോ യൂസ് ചെയ്യുന്നത്. ഒരു നെഗറ്റീവ് കാര്യം പറഞ്ഞിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറഞ്ഞെങ്കിലാണ് നമ്മൾ ഹവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സോ അത് കാണാൻ മറക്കരുത്. കാരണം എല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷനാണ് ഈവൻതോ ആൻഡ് ഹവർ. ഓക്കെ, സോ ടുഡേ ഈവൻതോ ഹി മെയ്ഡ് ഗുഡ് റിക്കവറി ഫ്രം ഹിസ് മെഡിക്കൽ കണ്ടീഷൻ. അപ്പോൾ ഈ ന്യൂമോണിയ ഇനി എഴുതേണ്ട ആവശ്യമില്ല, കാരണം നമ്മളത് ഓൾറെഡി മെൻഷൻ ചെയ്തല്ലോ. he complained about an ulceration on his right calf following an untreated trauma which happened 6 weeks ago. Okay, then ഇത് നമ്മുടെ ഒബ്സർവേഷനിൽ നമ്മൾ എന്തൊക്കെ കണ്ടു എന്നുള്ളത് നമുക്ക് എഴുതാം. ഓൺ ഒബ്സർവേഷൻ, he was found to have edematous below knee with the wound of increased size to inner ankle, skin bed with scar tissue, less hemolytic exudate as well as increased pain which aroused increased pain. ഓക്കെ, അത്രയാണ് ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവിടെ ചില സ്റ്റുഡൻസ് എഴുതാറുണ്ട് ഓൺ ഒബ്സർവേഷൻ edematous below knee with a wound of increased size to inner ankle, skin bed with scar tissue and less hemolytic exudate have noted. അങ്ങനെ എഴുതാറുണ്ട്. അതാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ എഴുതരുത്. നമ്മൾ കണ്ടതിനല്ല ഇമ്പോർട്ടൻസ്, അവിടെ പേഷ്യൻ്റ് എന്തൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ബി സ്കോർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസീവ് വോയിസിൽ എഴുതാവുള്ളൂ. പാസീവ് വോയിസിൻ്റെ ഇമ്പോർട്ടൻസ് അതെന്താണ് എന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആ വീഡിയോയും കൂടെ കാണാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സബ്ജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഹി വാസ്
ഫൗണ്ട് ടു ഹാവ് അല്ലെങ്കിൽ ഹി പ്രസൻറ്റഡ് വിത്ത്. അപ്പോൾ പേഷ്യൻറ്റിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഓൺ ഒബ്സർവേഷൻ ഹി വാസ് ഫൗണ്ട് ടു ഹാവ് എഡിമാറ്റസ്. അത് ഞാൻ ആ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആക്കിയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ആ ഒരു ഇതിൽ വരാൻ വേണ്ടി. ഹി വാസ് ഫൗണ്ട് ടു ഹാവ് സിമ്പിളായിട്ട് എഡിമാറ്റസ് ബിലോണി വിത്ത് വോണ്ട് ഓഫ് ഇൻക്രീസ്ഡ് സൈസ്. അത് 2 സെൻറ്റൻസ് ഞാൻ ഒരുമിച്ച് ആക്കിയെന്നേ ഉള്ളൂ. ഇൻക്രീസ്ഡ് സൈസ് ടു ഇന്നർ ആംഗിൾ, കോമ സ്കിൻ ബെഡ് വിത്ത് സ്കാർ ടിഷ്യൂ. അവിടെ സ്കാർ ടിഷ്യൂ ഫോംഡ് ഇൻ സ്കിൻ ടിഷ്യൂ എന്നാണ്, അത് ഞാൻ സ്കിൻ ബെഡ് വിത്ത് സ്കാർ ടിഷ്യൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. ദെൻ ലെസ് ഹീമോലൈറ്റിക് എക്സുഡേറ്റ് ആസ് വെൽ ആസ് ഇൻക്രീസ്ഡ് പെയിൻ. ഓക്കെ, ഇവിടെ നമ്മൾ ആൻഡ് എഴുതാം. ആൻഡിന് പകരം ആസ് വെൽ ആസ് എഴുതി കഴിഞ്ഞാൽ ലെങ്തി സെൻറ്റൻസസിലൊക്കെ ആൻഡിന് പകരം ആസ് വെൽ ആസ് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി പ്രസൻറ്റേഷൻ നല്ലത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്, വിച്ച് അറൗസ്ഡ് ദ ഡൗട്ട് ഓഫ് ഹിസ് പോസിബിൾ ഡയഗ്നോസിസ്. ഈ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഒത്തിരി നല്ലതാണ് നിങ്ങൾക്ക് ബി സ്കോറൊക്കെ കിട്ടാൻ വേണ്ടി. ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം മറ്റുള്ള ലെറ്ററിനേക്കാളും കുറച്ചും കൂടി ഒരു ഡിഫറൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി. അതായത് എല്ലാ സസ്പെക്റ്റഡ് കേസിനകത്തും എന്തുകൊണ്ട് നിങ്ങളത് സസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു റീസണിങ്ങിനാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ കൊടുക്കുന്നത്. വിച്ച് അറൗസ്ഡ് ദ ഡൗട്ട് ഓഫ് ഹിസ് പോസിബിൾ ഡയഗ്നോസിസ്. അവിടെ ഒരിക്കലും ഡയഗ്നോസിസ് എന്ന് എഴുതരുത്, കാരണം ഇത് സസ്പെക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ പോസിബിൾ എന്ന് എഴുതുന്നത്. അതേസമയം ഇതൊരു കൺഫേം ചെയ്ത കേസാണ്. കൺഫേം ചെയ്ത ഡയഗ്നോസിസ് തന്നെ നമുക്ക് ഇതുപോലെ എഴുതാം, കുഴപ്പമില്ല. അവിടെ എഴുതണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, വിച്ച് അറൗസ്ഡ് ദ ഡൗട്ട് ഓഫ് ഹിസ് ഡയഗ്നോസിസ്. അത്രയും മതി. കൺഫർമേറ്ററി ഡയഗ്നോസിസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഹിസ് ഡയഗ്നോസിസ് സിമ്പിളായിട്ട് എഴുതിയാൽ മതി. ബട്ട് സസ്പെക്റ്റഡ് കേസസിൽ നിങ്ങൾ ഒരിക്കലും സിമ്പിളായിട്ട് ഡയഗ്നോസിസ് എന്ന് എഴുതരുത്, പോസിബിൾ ഡയഗ്നോസിസ് എന്ന് എഴുതാവുള്ളൂ, കാരണം അത് സ്റ്റിൽ സസ്പെക്റ്റഡ് ആണ്. അത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി therefore, അതുകൊണ്ട് നമ്മൾ ഇനി എന്താ ചെയ്തത്, therefore his skin culture has been taken and the report is pending. ഓക്കെ, അപ്പം therefore his skin culture, നമ്മൾ സ്കിൻ കൾച്ചർ എടുത്തിട്ട് പക്ഷേ നമ്മുടെ റിപ്പോർട്ട് പെൻഡിങ് ആണ്. ഓക്കെ, therefore his skin culture has been taken and the report is pending. അപ്പോൾ ഇത്രയും കൊണ്ട് നമുക്ക് ആ ഒരു പാരഗ്രാഫ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി അടുത്ത പാരഗ്രാഫിനകത്താണ് നമ്മൾ ചെയ്ത മാനേജ്മെൻറ്റ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ സബ്സിക്വൻ്റ്ലി വെച്ച് നമുക്ക് അടുത്ത പാരഗ്രാഫ് തുടങ്ങാം, കോൺസീക്വൻ്റ്ലി വെച്ച് തുടങ്ങാം, ഏത് കണക്റ്റീവ് വെച്ച് നമുക്ക് അടുത്ത പാരഗ്രാഫ് തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. സബ്സിക്വൻ്റ്ലി, ബട്ട് ഓരോ പാരഗ്രാഫിലും പേഷ്യൻ്റെ പേര്, സ്റ്റാർട്ടിങ്ങിൽ പേഷ്യൻ്റെ പേര് എടുത്തിരിക്കണം, അത് ഹി ഓർ ഷീ എന്ന് എഴുതരുത്. Okay, so subsequently, comma, Mr. Shioton's apostrophe S. Shioton's wound was cleansed with the normal saline as well as dressed with the non-adhesive tape and absorbing bandage. അത് രണ്ടും കൂടി ഞാൻ ഒരുമിച്ച് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അതായത് നോൺ അഡഹസീവ് ടേപ്പും അബ്സോർബിംഗ് ബാൻഡേജും 3 ആണുള്ളത്, അത് രണ്ടും കൂടി ഞാൻ ഒരുമിച്ച് എഴുതുന്നേ ഉള്ളൂ. Okay, so subsequently, Mr. Shioton's wound was cleaned with the normal saline as well as dressed with the non-adhesive tape and absorbing bandage. സോ 2 സ്ഥലത്ത് ആൻഡ് യൂസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ആസ് വെൽ ആസ് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു സ്ഥലത്ത് ആസ് വെൽ ആസും ഒരു സ്ഥലത്ത് നമുക്ക് ആൻഡ് യൂസ് ചെയ്യാം. ബട്ട് ബെറ്റർ എപ്പോഴും എന്തിനെയാണോ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് എപ്പോഴും ആൻഡിൽ എഴുതുക. 2 കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ ആസ് വെൽ ആസ് യൂസ് ചെയ്യുക. അതായത് ഇവിടെ തന്നെ ക്ലീനിങ് ഒരു പ്രൊസീജിയറാണ്, ഡ്രസ്സിങ് വേറൊരു പ്രൊസീജിയറാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആസ് വെൽ ആസ് യൂസ് ചെയ്തു. എന്നിട്ട് നോൺ അഡഹസീവ് ടേപ്പിനും അബ്സോർബിംഗ് ബാൻഡേജിനും ഇടയ്ക്ക് ഞാൻ ആൻഡ് യൂസ് ചെയ്തു. അപ്പം ഒരുപോലെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആൻഡും 2 സെപ്പറേറ്റ് ആയിട്ടുള്ള വേർബിന് ഇടയ്ക്ക് ആസ് വെൽ ആസ് യൂസ് ചെയ്യുവാണെങ്കിൽ ആ സെൻറ്റൻസ് കൺസ്ട്രക്ഷനും പ്രസൻറ്റേഷൻ നല്ലതായിരിക്കും. ഇനി അത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയി. നമുക്ക് ചെറിയൊരു കൺക്ലൂഷൻ, ഞാൻ പറഞ്ഞില്ല, ഒരു ബി സ്കോറൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കൺക്ലൂഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഹൗവർ, ആൻ എക്സ്പേർട്ട് മാനേജ്മെൻറ്റ് ഫ്രം യുവർ സർവീസസ് എസെൻഷ്യൽ. അത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇതുകൊണ്ട് താങ്കളുടെ ഒരു എക്സ്പേർട്ട് മാനേജ്മെൻറ്റും കൂടെ അത്യാവശ്യമാണ് ഈ പേഷ്യൻറ്റിന് ഒരു സ്പീഡി റിക്കവറിക്ക് വേണ്ടി. ഓക്കെ, ഹവർ ആൻ എക്സ്പേർട്ട് മാനേജ്മെൻറ്റ് ഫ്രം യുവർ സർവീസസ് എസെൻഷ്യൽ. സോ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ മാക്സിമം ഈ പ്രസൻറ്റിംഗ് പാരഗ്രാഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു ചെറിയൊരു കൺക്ലൂഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ദെൻ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ 2 ആയിട്ട് തിരിച്ചു. ഒന്ന് നമ്മുടെ ന്യൂമോണിയ കാര്യങ്ങളും ഹോം വിസിറ്റിൻ്റെ കാര്യങ്ങളും ഹോം വിസിറ്റിൽ കണ്ട കാര്യങ്ങളും പറഞ്ഞു. നമ്മൾ അടുത്ത പാരഗ്രാഫിൽ നമ്മളവിടെ കൊടുത്ത മാനേജ്മെൻറ്റ്സും ഇതുപോലെ ഒരു ചെറിയൊരു കൺക്ലൂഷനും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചിലപ്പം ഇതൊരു ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾക്ക് ഇൻ കേസ് എഴുതി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫ് കുറച്ചുകൂടി വലുതായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ ഒബ്സർവേഷൻ മുതൽ അടുത്ത പാരഗ്രാഫായിട്ട് എഴുതാം. ഓക്കെ, ഓൺ ഒബ്സർവേഷൻ മിസ്റ്റർ ഷിയോട്ടോൺ വാസ് ഫൗണ്ട് ടു ഹാവ് എഡിമാറ്റസ് ബിലോണി മുതൽ നിങ്ങൾക്ക് അടുത്ത പാരഗ്രാഫായിട്ട് എഴുതുകയാണെങ്കിൽ 2 പാരഗ്രാഫും ഏകദേശം ഒരുപോലെ ഇരിക്കും. ഇനി അടുത്തത് നമ്മുടെ സോഷ്യൽ പാരഗ്രാഫും കുറച്ച് വലുതാണ് ഇവിടെ, കാരണം കുറേ മെഡിസിൻസ് ഒക്കെ ഉണ്ട്. മെഡിസിൻസ് ഇപ്പം നിങ്ങൾക്ക് വേർഡ് കൗണ്ട് കൂടുതലായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ ലെക്ചറിൽ ഈ മെഡിസിൻസ് എല്ലാം എഴുതാതെ തന്നെ ഹിസ് കറന്റ് മെഡിക്കേഷൻ ലിസ്റ്റ് ഈസ് എൻക്ലോസ്ഡ് അലോങ് വിത്ത് ദിസ് ലെറ്റർ അല്ലെങ്കിൽ എൻക്ലോസ്ഡ് വിത്ത് ദിസ് ലെറ്റർ എന്ന് പറഞ്ഞ് എഴുതിയാലും മതി, കുഴപ്പമില്ല.
സോ ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ ഷിഫ്റ്റൺ ഈസ് മാരീഡ് ആൻഡ് ലീവ്സ് വിത്ത് വൈഫ്. അവിടെ കറക്റ്റായിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല, ബട്ട് വൈഫിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് മിസ്റ്റർ ഷിഫ്റ്റൺ ഈസ് മാരീഡ് അത്രയും എഴുതിയാലും മതി. ഹി കൺസ്യൂംസ് 10 glasses ഓഫ് ആൽക്കഹോൾ വീക്ക്ലി. ഹി ഹാസ്, ഇനിയാണ് ഞാൻ പറഞ്ഞ ഹാസ് ഹാഡ് ഇതിൻ്റെയൊക്കെ യൂസേജ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഈ കൊളസ്ട്രോളും ഹൈപ്പർ ടെൻഷനും കൂടെ ഒരുമിച്ച് എഴുതി, കാരണം അത് 2014 മുതൽ സ്റ്റാർട്ട് ചെയ്തത് കാരണം. അതുപോലെ തന്നെ നമ്മുടെ ഡയബറ്റിക് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് 2017 കാരണം. പിന്നെ അതുപോലെ തന്നെ ബാക്ക് പെയിനും സ്റ്റൊമക്ക് പെയിൻ്റെയും കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിന് ആ ഒരു റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടി അത് കുറച്ച് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. ഇതുപോലെ, അതായത് he has had high cholesterol and hypertension since 2014 and on atorvastatin as well as amlodipine. ഓക്കെ, അപ്പം ഈ പേഷ്യൻറ്റിന് ആൻഡ് രണ്ട് പ്രാവശ്യം വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കൊരു ആൻഡ് ഇട്ടിരിക്കുന്നത്, ഐ മീൻ ആസ് വെൽ ആസ് ഇട്ടിരിക്കുന്നത്. സോ ഹി ഹാസ് ഹാഡ് ഹൈ കൊളസ്ട്രോൾ ആൻഡ് ഹൈപ്പർടെൻഷൻ സിൻസ് 2014 ആൻഡ് ഓൺ അറ്റോർവാസ്റ്റാറ്റിൻ ആസ് വെൽ ആസ് amlodipine. ദെൻ ഫുൾ സ്റ്റോപ്പ്. അടുത്തത് ഓൾസോ കോമ he has had type 2 diabetes since 2017 and on metformin. ഓക്കെ, അപ്പം നമ്മൾ ഡയബറ്റിക്കിൻ്റെ കാര്യമായി. ഇനി നെക്സ്റ്റ്, അഡീഷണലി he consumes ibuprofen for back pain and omeprazole for stomach irritation. അവിടെ ഞാൻ മെഡിസിൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി റിപ്പറ്റേഷൻ ആയിപ്പോൾ, ഒത്തിരി മെഡിക്കൽ കണ്ടീഷൻ എഴുതി ഇതുപോലെ ആകുന്നത് കൊണ്ട് ഞാൻ തിരിച്ചെഴുതുന്നേ ഉള്ളൂ. അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. ദെൻ നമ്മുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളിൽ ഈ ലെഗ് അൾസർ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് നമുക്കത് എഴുതണം. ഹി ഹാഡ് ലെഫ്റ്റ് ലെഗ് അൾസർ ഇൻ 2019 ആൻഡ് വാസ് ട്രീറ്റഡ് വിത്ത് കംപ്രഷൻ തെറാപ്പി. സോ ദാറ്റ്സ് ഇനഫ്. നമ്മൾ ഈ ഹെർണിയ റിപ്പയറിൻ്റെ കാര്യം എഴുതേണ്ട ആവശ്യമില്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ. ഇനി വേറൊരു ഹിൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇയർ എഴുതുമ്പോൾ എപ്പോഴും ഓൺ 2019 എഴുതരുത്, ഇൻ 2019 എഴുതാവുള്ളൂ. അതായത് ഡേ ആൻഡ് ഡേറ്റ് എഴുതുമ്പം ഓൺ യൂസ് ചെയ്യുക, മന്ത് ആൻഡ് ഇയർ എഴുതുമ്പം ഇൻ യൂസ് ചെയ്യുക. അത് നിങ്ങൾ പ്രത്യേകം മാർക്ക് ചെയ്ത് പഠിച്ചോണം, തെറ്റിപ്പോകരുത്. ഓക്കെ, സോ ഹി ഹാഡ് ലെഫ്റ്റ് ലെഗ് അൾസർ ഇൻ 2019 ആൻഡ് വാസ് ട്രീറ്റഡ് വിത്ത് കംപ്രഷൻ തെറാപ്പി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സോഷ്യൽ പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് ലെറ്റർ കൂടുതലായിട്ട് നിങ്ങൾക്ക് ലെറ്റർ കൗണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ എഴുതാം? നമുക്കിങ്ങനെ എഴുതാം. ഹി ഹാസ് ഹാഡ് ഹൈ കൊളസ്ട്രോൾ ആൻഡ് ഹൈപ്പർ ടെൻഷൻ സിൻസ് 2014 ആൻഡ് type 2 diabetes since 2017 respectively and on regular medications. The medication list is enclosed with this letter. അത്രയും മതി. അതുപോലെ തന്നെ നമുക്ക് എഴുതാം he has back pain and stomach irritation and on medication. അപ്പം വേണമെങ്കിൽ അതും കൂടെ നമുക്ക് വേണമെങ്കിൽ മുകളിൽ എഴുതിയിട്ട് his current medication list is enclosed with this letter അങ്ങനെ എഴുതാം. അതായത് ഞാൻ പറഞ്ഞത് കൺഫ്യൂസ്ഡ് ആയെന്ന് തോന്നുന്നു. അതായത് he has had high cholesterol and hypertension since 2014 as well as type 2 diabetes since 2017 and 17 respectively. He has back pain and stomach irritation and on regular medications. His medication list is enclosed with this letter. ഇത്രയും സിമ്പിളായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ പാരഗ്രാഫ് കുറച്ചും കൂടി ചെറുതാക്കി ലെറ്റർ കൗണ്ട് കുറയ്ക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ സോഷ്യൽ പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ പാരഗ്രാഫാണ് റെക്കമെൻഡേഷൻ പാരഗ്രാഫ് എന്ന് പറയുന്നത്. So it would be appreciated if you could take over the case of Mr. Shifton to evaluate and provide specialized treatment as you feel appropriate. അതായത് നമുക്കിപ്പോൾ ഡോക്ടേഴ്സിന് എഴുതുമ്പോൾ അവിടെ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും എഴുതാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു സെൻറ്റൻസ് കൺസ്ട്രക്ഷനിൽ സിമ്പിളായിട്ട് എഴുതാം. അതായത് ടേക്ക് ഓവർ ദ കേസ് ഓഫ്, അതൊരിക്കലും എഴുതാൻ മറക്കരുത്. അതൊരിക്കലും ഡോക്ടേഴ്സ് അല്ലാതെ വേറെ ഒരു പ്രൊഫഷണൽസിനും എഴുതാനും പാടില്ല. ഓക്കെ, അതായത് ടേക്ക് ഓവർ ദ കേസ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സ്, ഓൺലി ഫോർ ദ ഡോക്ടേഴ്സ്. സോ ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് ടേക്ക് ഓവർ ദ കേസ് ഓഫ് മിസ്റ്റർ Shifton to evaluate. അപ്പോൾ ഇവിടെ നമ്മൾ അസസ്മെൻറ്റ് ആദ്യം എഴുതുക, പിന്നെയാണ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അസസ്മെൻറ്റിൻ്റെ പകരം നമുക്ക് ഇവാലുവേഷൻ എഴുതാം. സോ മിസ്റ്റർ Shifton to evaluate and provide specialized treatment as you feel appropriate. അപ്പോൾ നമ്മൾ ഇൻട്രഡക്ഷനിൽ ട്രീറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഇൻ്റർവെൻഷനോ എഴുതുക. അവിടെ നമ്മൾ ഇൻ്റർവെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റോ മാനേജ്മെൻറ്റോ എഴുതുക. അവിടെ നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അസസ്മെൻറ്റോ ഇവാലുവേഷനോ അങ്ങനെ നമുക്ക് എഴുതാം. അവിടെ എന്താണോ എഴുതിയിരിക്കുന്നത് അതിൻ്റെ സിനോണിംസ് ഇവിടെ എഴുതാവുള്ളൂ, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എഴുതാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് വേറെ ഒന്നുമില്ല. അതുപോലെ ഡോക്ടേഴ്സിന് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ബട്ട് പൊളൈറ്റ് വേയിൽ അത് എഴുതാവുള്ളൂ. ഓക്കെ, കൈൻഡ്ലി പ്ലീസ് ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളത് എഴുതാവുള്ളൂ. നമുക്ക് എഴുതാം. ഇതുപോലെ തന്നെ ഇപ്പം ഒരു ക്യാൻസർ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ റേഡിയേഷൻ തെറാപ്പി ആവശ്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സർജറി ആവശ്യമുണ്ട് എന്നൊക്കെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഹിം ടു പെർഫോം സർജറി നമുക്ക് എഴുതാൻ പറ്റില്ല. അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഹി മേ റിക്വയർ സർജറി ഓർ റേഡിയേഷൻ തെറാപ്പി ആസ് യു ഫീൽ അപ്രോപ്രിയേറ്റ്.
ആ രീതി നമുക്ക് എഴുതാം. ഓക്കെ, എഴുതരുതെന്നല്ല, ഒരിക്കലും എഴുതരുതെന്നല്ല, എഴുതണം, ബട്ട് വിത്ത് പൊളൈറ്റ്നെസ്സിൽ നിങ്ങളത് എഴുതാവുള്ളൂ. സോ വെനെവർ ദെയർ ഈസ് എ ഇൻ്റർവെൻഷൻ ഫോർ ദ ഡോക്ടേഴ്സ്, റൈറ്റ് ഇറ്റ് ലൈക്ക് വിത്ത് പൊളൈറ്റ് വേർഡ്സ്. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ if they didn't give any recommendation, simply saying like this, like a treatment and further test and management means in this way we can write. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലെറ്റർ. യുവർ സിൻസിയർലി രജിസ്റ്റേർഡ് നഴ്സ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ഇഫ് യു ഹാവ് എനി ക്വയറീസ് പ്ലീസ് നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ നമുക്ക് എഴുതാം. കാരണം ഇത് ഇവാലുവേഷനിൽ വരത്തില്ല. ദേ വിൽ നോട്ട് ഇവാലുവേറ്റ് ദ സെൻറ്റൻസ്, ദാറ്റ് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ. ഓക്കെ, then you are sincerely ഒരു ലൈൻ വിടുക, രജിസ്റ്റേർഡ് നഴ്സ്. ദെൻ ലെറ്റേഴ്സിന് എഴുതുമ്പോൾ ഒരു ചെറിയൊരു ഡൗട്ടും കൂടെ എല്ലാവർക്കും വരാറുണ്ട്. തന്നിരിക്കുന്ന ഡെസിഗ്നേഷൻ പോലെ തന്നെ നമുക്ക് പൊസിഷൻ നമുക്ക് എഴുതണോ? അതായത് ഇപ്പം ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് ആണ് നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് തന്നെ എഴുതണോ അതോ രജിസ്റ്റേർഡ് നഴ്സ് എന്ന് എഴുതണോ? അത് ചിലർക്കൊരു ഡൗട്ടുണ്ട്. അത് വാട്ട് എവർ യു ക്യാൻ റൈറ്റ്, നോ പ്രോബ്ലം. ഇഫ് ഇറ്റ് ഇസ് മെൻഷൻഡ് യു ആർ എ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് മീൻസ് യു ക്യാൻ റൈറ്റ്. But the CHN for the community health nurse, that first letter should be caps lock. And if you don't want to write these things, simply you can write registered nurse. So അവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല. സോ അപ്പം ഇതാണ് നമ്മുടെ ലെറ്റർ. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പം എനിക്ക് തോന്നിയ രീതിയിലുള്ള ലെറ്റർ ഫോർമാറ്റ് ഇതാണ്. സോ നിങ്ങളിതൊരു ഇപ്പം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഇപ്പോൾ ഈ സൺഡേയിൽ നെക്സ്റ്റ് സാറ്റർഡേയിൽ എക്സാം എഴുതുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലെറ്റർ ഒന്ന് എഴുതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. കാരണം ഇപ്പോൾ വരുന്ന ലെറ്റേഴ്സ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് സെയിം ഫോർമാറ്റിലാണ് വരുന്നത്, ഇതുപോലെ തന്നെ. അതായത് യു ആർ എ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് ആൻഡ് യു ആർ ഗോയിങ് ആൻഡ് ഡൂയിങ് സം പ്രൊസീജിയർ. ഡ്യൂറിങ് ദാറ്റ് വിസിറ്റ് യു ഫൗണ്ട് സംതിങ് എൽസ്. അതിനുവേണ്ടി നിങ്ങൾ വേറൊരാൾക്ക് ലെറ്റർ എഴുതുന്നു. അപ്പം ഈ ഒരു ഫോർമാറ്റ് തന്നെയാണ് മോസ്റ്റ്ലി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചിലത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവാറുണ്ട്, ചിലത് കുറച്ച് സിമ്പിളായിട്ട് ഇതുപോലത്തെ ലെറ്റേഴ്സൊക്കെ വരാറുണ്ട്. സോ ഇഫ് യു ആർ നിയറിങ് യുവർ എക്സാം, just try to write in this way. Take the paper and start to write with this format. I hope it will be helpful for you. അതുപോലെ തന്നെ ഇപ്പം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഇപ്പം ഞാൻ പറയുവാണ്, മാക്സിമം പറ്റുന്നിടത്തോളം നിങ്ങൾ കേസ് നോട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതുപോലെ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ അണ്ടർലൈൻ ചെയ്ത് നോക്കുക. അതായത് എവിടെയൊക്കെയാണോ നമ്മൾ റിലവൻറ്റ് ഡേറ്റ എന്ന് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം തന്നെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. നിങ്ങൾ ഡാർക്കായിട്ട് അണ്ടർലൈൻ ചെയ്യാൻ പോകണ്ട, ലൈറ്റായിട്ട് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക. നിങ്ങൾ ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ ഒരു രീതിയിൽ എഴുതുക. അതുപോലെ തന്നെ അങ്ങനെ എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനമുണ്ട്. ഈ മൊബൈൽ സ്വൈപ്പ് ചെയ്ത് നോക്കി നിങ്ങൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആവും, കുറേ റിലവൻറ്റ് ഡേറ്റ നിങ്ങൾ മിസ് ചെയ്ത് പോകും, ഇറലവൻറ്റ് ഡേറ്റ നിങ്ങൾ ചിലപ്പം എഴുതും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കൺഫ്യൂഷൻസൊക്കെ മാറ്റാൻ വേണ്ടി ഇത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന് പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും തന്നെ OETയുടെ ഒഫീഷ്യൽ പേപ്പർ കാണുമായിരിക്കും. സോ ഇതാണ് മറ്റേ ഒഫീഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്, അതായത് ആൻസർ ഷീറ്റ്. ഈ ഒരു ഷീറ്റ് നിങ്ങളിപ്പോൾ ഇതുപോലെ ഒരു ബുക്ക് പോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ എക്സാമിന് പഠിച്ച സമയത്ത് ഇതുപോലെ ബുക്ക് ഉണ്ടാക്കി ഇതിലാണ് ഞാൻ എഴുതി പഠിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ കറക്റ്റ് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ട്യൂട്ടേഴ്സിനടുത്ത് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് സാധാരണ ഡയറിയിൽ എഴുതി കൊടുത്തു കുഴപ്പമില്ല. ബട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കിട്ടുന്ന ലെറ്റർ റീറൈറ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ബുക്കിൽ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓടിച്ച് നോക്കാം ഉള്ള സമയം കിട്ടും. ഒത്തിരി സെർച്ച് ചെയ്യാൻ പോകാതെ ഇതിൽ തന്നെ ഒന്ന് ഓടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ ലെറ്റർ എഴുതുമ്പോഴും നിങ്ങൾക്ക് ഇതൊന്ന് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ 2022 വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് മാക്സിമം ആ ലെറ്റേഴ്സ് എല്ലാം തന്നെ എഴുതി പഠിക്കാൻ നോക്കുക. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇപ്പം വരുന്ന ലെറ്റേഴ്സ് എല്ലാം കൂടെ ഒരു ബുക്കിൽ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി എളുപ്പമായിരിക്കും. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ദെൻ ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വി വിൽ സീ യു വിത്ത് അനദർ ഇൻഫോർമേറ്റീവ് വീഡിയോ. Until then, bye. Take care.